ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 26 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് റൂൾസ് ഒന്ന് പറയാനുണ്ട്. അത് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു സീക്വൻസ് എടുക്കുകയാണ്. 5, 10, 15, 20 എക്സെട്ര. ഈ ഒരു സീക്വൻസിൽ നടുക്ക് ഈ 10 എന്ന് പറയുന്നത് 10ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5ഉം റൈറ്റ് സൈഡിൽ 15ഉം കിടക്കുന്നത് അല്ലേ. 10ൽ നിന്ന് കോമൺ ഡിഫറൻസ് 5 ഇങ്ങോട്ട് പോകുമ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യുകയും ഇങ്ങോട്ട് വരുമ്പോൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോമൺ ഡിഫറൻസ് 5 ആണ്. 10 - 5 5 ആണ്. ഇനി ഇതിനകത്ത് ഒന്നാമത്തെ റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മിഡിൽ ടേം ഇപ്പോൾ നമ്മൾ 3 ടേം മാത്രം എടുക്കുന്നതെന്ന് വിചാരിക്കും. 20 ഞാനങ്ങ് മായ്ക്കുകയാണ്. ഇത് സീക്വൻസ് ആണല്ലോ. അപ്പോൾ 3 ടേമിൽ ഈ മിഡിൽ ടേം എന്ന് പറയുന്ന മിഡിൽ ടേം എന്താണ്? 10 ആണ്. ഈ 10 എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തും തൊട്ടപ്പുറത്തും കിടക്കുന്ന ടേംസിനെ ആഡ് ചെയ്തിട്ട് പകുതി കാണുന്നതല്ലേ. അതായത് 5 + 15 20, 20/2 ആണ് 10. അപ്പോൾ ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും 3 ടേംസ് അടുപ്പിച്ചുള്ള 3 ടേംസ് എടുക്കുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തും അപ്പുറത്തും കിടക്കുന്ന ടേംസിനെ സം ചെയ്തിട്ട് പകുതി കാണുമ്പോൾ ഈ നടുക്കത്തെ ടേമിനെ നമുക്ക് കിട്ടും. ഇതാണ് ഒന്നാമത്തെ റൂള്. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, സെയിം നമ്പേഴ്സ് ഞാൻ എടുക്കുകയാണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള നമ്പേഴ്സ് ആയതുകൊണ്ടാണ് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുമാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതേ നമ്പർ സീക്വൻസ് തന്നെ എടുക്കുകയാണ്. 5, 10, 15 എക്സെട്ര. അപ്പോൾ 3 ടേംസ് അടുപ്പിച്ചുള്ള 3 ടേംസ് സം ചെയ്ത് നോക്കിക്കേ. 5 + 10 + 15 എത്ര വന്നു? 30 വന്നു. ഈ 30യുടെ 1/3 ആണ്. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ ഈ നടുക്കത്തെ 10 എന്ന് പറയുന്ന ടേം കിട്ടുന്നത്. ആദ്യത്തെ റൂള് പറഞ്ഞത് മിഡിൽ ടേം കിട്ടാനായിട്ട് അതിൻ്റെ മുമ്പിലും പുറകിലും കിടക്കുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് പകുതി കാണുക. രണ്ടാമത്തെ റൂള് പറയുന്നത് അടുത്തടുത്തുള്ള 3 ടേംസിൻ്റെ സമ്മിൻ്റെ 1/3 ആണ് മിഡിലിൽ കിടക്കുന്ന ടേം. 2 റൂള് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഈ സീക്വൻസിനെ, ഇതേ സീക്വൻസിനെ തന്നെ കുറച്ചും കൂടെ ടേംസ് കൂടുതൽ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. റൂളിന് ഇവിടെ മാറ്റമില്ല. ഇതാണ് ഒന്നാമത്തെ റൂളിനെ പറഞ്ഞത്, ഇത് രണ്ടാമത്തെ റൂളും പറഞ്ഞത്. ഇനി ഈ ഒന്നാമത്തെ റൂളിനെ ഞാൻ ആ സീക്വൻസിനെ കുറച്ചും കൂടെ ഒന്ന് ലെങ്തി ആക്കാൻ പോവാണ്. 0, 5, 10, 15 എക്സെട്ര എന്ന് എടുത്തു ആ സീക്വൻസ്. നമുക്ക് എന്താ വേണ്ടത്? 15, 20 എക്സെട്ര. നമുക്ക് എന്താണ് വേണ്ടത്? മിഡിൽ ടേം. മിഡിൽ ടേം കിട്ടാനായിട്ട് തൊട്ട് മുമ്പിലെയും പുറകിലെയും എടുക്കുന്നതിന് പകരം ഒരു 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ റൂൾ എന്താ? അതേ റൂള് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ആ ടേംസ് തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണുന്നു. ഇനി ഇവിടെ നോക്കാം. 2 സ്റ്റെപ്പ് വീതം പുറകോട്ടും മുമ്പോട്ടും പോയി. അവ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുമ്പോൾ മിഡിൽ ടേം കിട്ടുമോ നോക്കാം. 0 + 20യുടെ പകുതി അല്ലേ. 0 + 20 എന്ന് പറയുന്നത് 20 തന്നെയാണ്. 20യുടെ പകുതി അല്ലേ 10. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? ഇനി ഇതിനെ തന്നെ ഞാൻ കുറച്ചും കൂടെ ടേംസ് കൂട്ടുകയാണ്. അപ്പോൾ 0, 5, 10, 15, 20, 25, 30. ഇവിടെ മിഡിൽ ടേം 15 വരുന്നത് അല്ലേ. 3 സ്റ്റെപ്പ് പുറകോട്ടും 3 സ്റ്റെപ്പ് മുമ്പോട്ടും മാറുകയാണെങ്കിൽ ഈ മിഡിൽ ടേം 15 കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 സ്റ്റെപ്പ് പുറകോട്ടുള്ള 0യും 3 സ്റ്റെപ്പ് മുമ്പോട്ടുള്ള 30ഉം കൂടെ കൂട്ടിയിട്ട് പകുതി കണ്ടാൽ പോരെ. 0 + 30 30 ആണല്ലോ. 30യുടെ പകുതി അല്ലേ 15. അപ്പോൾ ഒന്നാമത്തെ റൂളിൻ്റെ ജനറൽ ആയിട്ടുള്ള രീതി മനസ്സിലായല്ലോ.
മിഡിൽ ടേം കിട്ടാൻ വേണ്ടി ഒരേ അകലത്തിൽ പുറകോട്ടും മുമ്പോട്ടും പോയിട്ട് തമ്മിൽ ആ രണ്ട് നമ്പേഴ്സ് കൂട്ടിയിട്ട് പകുതി കണ്ട് മതി. ഇനി രണ്ടാമത്തെ നമ്മുടെ റൂള് അതും ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു നോക്കാം. ഇതേ സീക്വൻസ് തന്നെ കുറച്ച് ടേംസ് കൂടുതൽ എടുക്കണം. അതായത് 5 ടേംസ് നമ്മൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് എടുത്താൽ മാത്രമേ മിഡിൽ ടേം കിട്ടത്തുള്ളൂ അല്ലേ. രണ്ടാമത്തെ റൂളിനെ ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ 5 ടേംസിൻ്റെ കൂടെ തുക, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഈ 3 ടേംസിൻ്റെയും കൂടെ സം കണ്ടിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നടുക്കത്തെ ടേം കിട്ടി. ഇവിടെ 5 ടേംസ് ഉണ്ട്, ആ 5 ടേംസും കൂടെ കൂട്ടണം. അപ്പോൾ 0 + 5 + 10 + 15 + 20 5 ടേംസ് ഉള്ളതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മിഡിൽ ടേം ആയ 10 കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 50 വന്നു, 50/5 10 കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, അടുത്തടുത്തുള്ള ഓഡ് നമ്പർ ഓഫ് ടേംസ് സം ചെയ്തിട്ട് എത്ര ടേംസ് ഉണ്ടോ, ഇവിടെ 5 ടേംസ് ആണ്, അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 ടേംസ് ആണെങ്കിൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ മിഡിൽ ടേം ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ റൂള്, ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദി ടേംസ് ജസ്റ്റ് ബിഫോർ ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ എ ടേം ഈസ് ട്വൈസ് ദ ടേം. അല്ലെങ്കിൽ മിഡിൽ ടേം കാണാനായിട്ട് തൊട്ട് മുമ്പിലും പുറയിലും കിടക്കുന്നതിന് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ജനറലായിട്ട് പറയുമ്പോൾ ഒരേ അകലത്തിൽ കിടക്കുന്ന തൊട്ട് മുമ്പിലും പുറയിലും കിടക്കുന്ന ടേംസുകൾ കൂട്ടിയിട്ട് പകുതി കാണുമ്പോൾ മിഡിൽ ടേം കിട്ടും. എപ്പോഴും ഓഡ് നമ്പർ ഓഫ് ടേംസേ വരത്തുള്ളൂ, കാരണം എങ്കിലേ ഉള്ളൂ മിഡിൽ ടേം വരത്തുള്ളൂ. ഇനി രണ്ടാമത്തെ റൂളും കൂടെ എഴുതാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഫോർമുല പോലെയാണ് എഴുതിയത്, കാരണം നമുക്ക് ജനറലായിട്ട് വേണമല്ലോ. ഇപ്പോൾ 5 ടേംസ് ആണെങ്കിൽ ആ 5 ടേംസിൻ്റെയും കൂടെ തുകയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 ടേംസ് ആണെങ്കിൽ ആ 9 ടേംസിൻ്റെയും കൂടെ തുകയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നടുക്കത്തെ ടേമിനെ കിട്ടും. അപ്പോൾ ജനറലായിട്ട് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 സംഗതികളാണുള്ളത് അല്ലേ. മിഡിൽ ടേം ഉണ്ട്, സം ഓഫ് ദി ടേംസ് ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഇതിലേതെങ്കിലും 2 എണ്ണം തരും, മൂന്നാമത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 26 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. The fourth term of an arithmetic sequence is 8. Find the sum of the pairs of terms given below. ഇവിടെ 3 പേഴ്സ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് 3rd and 5th, രണ്ടാമത്തെ 2nd and 6th, മൂന്നാമത്തെ 1st and 7th. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ചോദ്യം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. 3rd ടേം 5th ടേമിൻ്റെയും കൊണ്ട് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. 4th ടേമാണ് 8 തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് 3rd ടേം, 4th ടേം, 5th ടേം. ഇതിനകത്ത് 4th ടേമാണ് നമുക്ക് തന്നിരിക്കുന്നത് 8. അതാണല്ലോ നടുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നടുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിലും പുറകിലും ഉള്ള ടേംസ് കൂട്ടിയിട്ട് പകുതി കാണുമ്പോൾ നമുക്ക് നടുക്കത്തെ ടേം കിട്ടും. അല്ലെങ്കിൽ എന്തെഴുതാം, 4th ടേം അതായത് മിഡിൽ ടേം, 4th ടേം ഈക്വൽ ടു 3rd ടേം പ്ലസ് 5th ടേം. ഈ 2 ടേമിൻ്റെയും കൂട്ടിയിട്ട് പകുതി കാണണം. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ന്യൂമറേറ്ററാണ്. ഈ 3rd ടേം പ്ലസ് 5th ടേം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 3rd ടേം പ്ലസ് 5th ടേം ഈക്വൽ ടു, അല്ലെങ്കിൽ സം ഓഫ് 3rd ടേം ആൻഡ് 5th ടേം ഈക്വൽ ടു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 2 × 4th ടേം. 4th ടേം എന്താണ് 8, 2 × 8 16. നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം.
രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ടേമും സിക്സ്ത് ടേമിൻ്റെയും കൂടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് തൊട്ട് സിക്സ്ത് വരെ നമ്മൾ എഴുതണം. നടുക്കത്തെ ടേമാണ് 8 ആയിട്ട് തന്നിരിക്കുന്നത്, ഫോർത്ത് ടേം. അപ്പോൾ ആ ഫോർത്ത് ടേമിൽ നിന്ന് ഒരേ അകലത്തിൽ പുറകോട്ടും മുമ്പോട്ടും പോകുമ്പോൾ കിട്ടുന്ന ടേംസ് അല്ലേ സെക്കൻഡ് ടേമും സിക്സ്ത് ടേമും, അതിൻ്റെ സമ്മല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സം ഓഫ് സെക്കൻഡ് ആൻഡ് സിക്സ്ത് എങ്ങനെ കാണാം? ആ മിഡിൽ ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഇൻറ്റു മിഡിൽ ടേം എത്ര? 8. 2 ഇൻറ്റു 8 16. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ടേമും സെവൻത്ത് ടേമിൻ്റെയും കൂടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മുതൽ സെവൻത്ത് വരെ എഴുതുക, മിഡിലാണ് ഫോർത്ത്, അതാണ് 8 തന്നിരിക്കുന്നത്. അപ്പോൾ ഫോർത്തിൽ നിന്ന് ഒരേ അകലത്തിൽ പുറകോട്ടും മുമ്പോട്ടും പോകുമ്പോഴാണ് ആരെയൊക്കെ കിട്ടുന്നത്? ഫസ്റ്റ് ടേമും സെവൻത്ത് ടേമും കിട്ടുന്നത്. ഒരേ അകലത്തിൽ പോകുമ്പോൾ അവയുടെ സമ്മ് എന്ന് പറയുന്നത് 2 ടൈംസ് മിഡിൽ ടേം ആണ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെവൻത്ത് ടേംസ് ഈക്വൽ ടു 2 ടൈംസ് മിഡിൽ ടേം. മിഡിൽ ടേം 8 ആണ്. 2 ടൈംസ് 8 16. ഇനി ഇത് ഇത്രയും നമ്മൾ ചെയ്തത് ഒന്നാമത്തെ റൂൾ വെച്ചിട്ടാണ്. ഇനി രണ്ടാമത്തെ റൂൾ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗം കിടക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേംസ്. അപ്പോൾ തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും ഫിഫ്ത്തിൻ്റെയും കൂടെ സം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അടുത്തടുത്തുള്ള 3 ടേംസാണ് അല്ലേ. ഇവിടെ നടുക്ക് വരുന്ന ടേം ഏതാണ്? ഫോർത്ത്. അപ്പോൾ എങ്ങനെ കാണുന്നത്? 3 ടൈംസ് മിഡിൽ ടേം. മിഡിൽ ടേം ഏതാണ്? ഫോർത്ത് ടേം അല്ലേ. ഫോർത്ത് ടേം എത്രയാണ്? 8. 3 ഇൻറ്റു 8. ആൻസർ 24. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ റൂൾ വെച്ചിട്ടാണ് അടുത്ത ചോദ്യമുള്ളത്. അത് നമുക്ക് ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ സം ഓഫ് ദി 5 ടേംസ് ഫ്രം സെക്കൻഡ് ടു സിക്സ്ത്. അപ്പോൾ സെക്കൻഡ് ടേം മുതൽ സിക്സ്ത് ടേം വരെ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, ഇത്രയും ടേംസിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നടുക്ക് വരുന്ന ടേം ഏതാണ്? 4 ആണ്. അപ്പോൾ ആ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? ടോട്ടൽ 5 ടേംസ്. നമ്പർ ഓഫ് ടേംസിനെ മിഡിൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് ടേംസ് ഇവിടെ 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു മിഡിൽ ടേം ഫോർത്ത് ടേം എത്രയാണ്? 8 ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 8 5s are 40 ആണ് ആൻസർ. ഇനി ഇതേപോലെ തന്നെ ഈ സെക്കൻഡ് റൂൾ വെച്ചിട്ടാണ് അടുത്ത ചോദ്യം ഉള്ളത്. അതും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ സം ഓഫ് ദി 7 ടേംസ് ഫ്രം ഫസ്റ്റ് ടു സെവൻത്ത്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ 7 ടേംസിൻ്റെയും സമ്മ് കാണാം. ഇവിടെയും നടുക്കത്തെ ടേം ആരാണ്? ഫോർത്ത് ടേം ആണ്. നമ്പർ ഓഫ് ടേംസ് 7 ആണ്. അപ്പോൾ 7 ഇൻറ്റു മിഡിൽ ടേം ആയ ഫോർത്ത് ടേം 8. ആൻസർ 56. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ചോദ്യം ഇതാണ്, ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 2 ആൻഡ് ദ സം ഓഫ് ദി 9th, 10th ആൻഡ് 11th ടേംസ് ഈസ് 90. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് നമ്മൾ ഏത് ആൽഫബറ്റാണ് യൂസ് ചെയ്യുന്നത്? ഡി ആണ്. ഡി എന്ന് പറയുന്നത് 2 ആണ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? 9th ടേമിൻ്റെയും 10th ടേമിൻ്റെയും 11th ടേമിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ഇത് മൂന്നും അതിൻ്റെയും കൂടെ സം 90 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മിഡിലിൽ കിടക്കുന്ന 10th ടേം കാണാൻ വയ്യ. അപ്പോൾ 10th ടേം എങ്ങനെ കാണും? 10th ടേം ഈക്വൽ ടു ഈ സമ്മായ 90യെ എത്ര ടേംസ് ഉണ്ട് ഇവിടെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 90/3 എന്ന് പറയുന്നത് 30 ആണ് നമ്മുടെ 10th ടേം. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് ടേം വേണം, സെക്കൻഡ് ടേം വേണം, തേർഡ് ടേം വേണം
അല്ലേ? ഇനി ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഫസ്റ്റ് ടേമിനെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ടേമിന് നമുക്ക് x1 എന്നെടുക്കാം, സെക്കൻഡ് ടേമിന് x2 എന്നെടുക്കാം, തേർഡ് ടേമിന് x3 എന്നെടുക്കാം, അങ്ങനെ 10th ടേമിന് x10 എന്നെടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 10ാമത്തെ ടേം കാണാൻ വേണ്ടിയിട്ട് 1ാമത്തെ ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്യണം അത് പറഞ്ഞായിരുന്നു. ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ 10നേക്കാളും 1 കുറവ് 9D ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 10ാമത്തെ ടേം കിട്ടുന്നത്. നമുക്ക് 1ാമത്തെ ടേം കാണണമല്ലോ, അത് നമുക്കറിയത്തില്ല. 1ാമത്തെ ടേം കാണാൻ വേണ്ടിയിട്ട് 9 പ്രാവശ്യം ഡി ആഡ് ചെയ്യണം. ഡി എത്രയാണ്? 2 ആണ്. അപ്പോൾ 9 × 2 = 10ാമത്തെ ടേം 30 ആണ് നമുക്കിപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ x1ൻ്റെ കൂടെ 18 ആഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. അല്ലെങ്കിൽ 1ാമത്തെ ടേം എത്രയായി? 30ൽ നിന്ന് 18 സബ്ട്രാക്ട് ചെയ്താൽ പോരെ, അല്ലേ? അപ്പോൾ 12 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ x2 എത്ര വന്നു? അപ്പോൾ 1ാമത്തെ ടേം 12 എന്ന് കിട്ടി. അടുത്ത ടേം 2 കൂട്ടുക, അപ്പോൾ 14 കിട്ടി. അതിൻ്റെ അടുത്ത ടേം 2 കൂട്ടുക, അപ്പോൾ 16 കിട്ടി. ഇനി നമുക്ക് എത്ര ടേംസ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ 3 ടേംസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ 12, 14, 16.